നമസ്കാരം. തിരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും നാടെങ്ങും അലയടിക്കുകയാണ്. നാടെങ്ങും തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് മാറുന്നു. നാലാള് കൂടുന്നിടത്തെല്ലാം ചർച്ച രാഷ്ട്രീയം മാത്രം. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പതിവ് പോലെ ജനങ്ങളെ കണ്ട് വോട്ടുറപ്പിച്ച് മുന്നേറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയാവട്ടെ രാമേശ്വരം ക്ഷൗരം പോലെ കിടക്കുകയാണ്. 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ. വയനാട് അടക്കമുള്ള 4 സീറ്റുകളിൽ ഇനിയും വെളുത്ത പുക കണ്ടിട്ടില്ല. BJP-യിലാവട്ടെ സ്ഥാനാർത്ഥികൾക്കായി മഷിനോട്ടം തുടരുന്നു. എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ആവേശത്തിന് മങ്ങലേൽപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. എല്ലാ പ്രേക്ഷകർക്കും തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക പരിപാടിയായ അങ്കച്ചൂടിലേക്ക് സ്വാഗതം. അങ്കച്ചൂടിൽ ഇന്ന് ആദ്യം പരിശോധിക്കുന്നത് തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളാണ്. പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി ആറ്റിങ്ങൽ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത്. കഴിഞ്ഞ 3 തവണയും നൽകിയ സ്വീകരണം തന്നെയാണ് ജനങ്ങൾ ഇത്തവണയും നൽകുന്നതെന്നും എതിർ സ്ഥാനാർത്ഥി ആരായാലും തന്നെ ജനങ്ങൾ സ്വീകരിക്കുമെന്നത് ഉറപ്പാണെന്നും സമ്പത്ത് പീപ്പിൾ TVയോട് പറഞ്ഞു. അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂടും വർദ്ധിക്കുകയാണ്. ഇന്നിപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത് ഇപ്പോൾ ഉണ്ട്. സഹോദരൻ, എവിടം വരെയായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ആദ്യഘട്ടം പൂർത്തിയായോ? LDF-ന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി അവർ തീരുമാനിച്ചതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ താഴെ തട്ടിൽ വരെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യനിഷ്ഠയോടെയും ജാഗ്രതയോടെയും അവർ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അവരുടേതായിട്ടുള്ള വിവിധ ഘട്ടങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളാണ്. ആറ്റിങ്ങലിൽ പൊതുവെ ഇപ്പോൾ ഒരു പ്രചരണം ഉള്ളത് എന്ന് പറയുന്നത് 3 തവണ MP ആയിട്ടും ഒരു വികസന പ്രവർത്തനവും മണ്ഡലത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഷ്പ്രചരണമൊക്കെ എതിർഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനി ഇത്രയും നാളത്തെ വികസന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് തന്നെയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ വിജയിച്ചെത്തുന്ന തന്നെ പ്രതീക്ഷിക്കാം. വിജയിച്ചെത്തുകയാണെങ്കിൽ എന്തിനായിരിക്കും പ്രാധാന്യം നൽകുക? ഏത് രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും? ഇതിപ്പോൾ ഈ കണ്ണുള്ളവരെല്ലാം കാണണമെന്നില്ല, ചെവിയുള്ളവരെല്ലാം കേൾക്കണമെന്നുമില്ല. ഈ ഹൃദയമുള്ളവരെല്ലാം ഹൃദയത്തോട് പോലെ ഉൾക്കൊള്ളണം എന്നും നമ്മളാരും ശാഠ്യം പിടിക്കേണ്ടതില്ല. ഇന്ത്യയിൽ നിലവിൽ ഇതുവരെ 7ാമത്തെ ഐസറിൻ്റെ പണി നടക്കുകയാണ്. 5ാമത്തെ ഐസർ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനാണ്. IIS ടീം ഐസറുമുള്ള ഇന്ത്യയിലെ ഏക പാർലമെൻറ്റ് മണ്ഡലവും ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. ഇത് മാത്രമല്ല, നിങ്ങളിപ്പോൾ നോക്കൂ, ആറ്റിങ്ങൽ നാഷണൽ ഹൈവേ 66, ഈ ചില ആളുകൾ ബൈപ്പാസ് എവിടെ എന്നുള്ളത് ഹൃദയം കീറേണ്ട കാര്യമൊന്നുമില്ല, ബൈപ്പാസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ നല്ല ചങ്ക് തന്നെയാണ് ഉള്ളത് കേരളത്തിന്. ആറ്റിങ്ങൽ NH 66 വരുന്നത്. NH 47ൻ്റെ ബൈപ്പാസ് അല്ല. ഇന്ത്യയിൽ 543 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് എല്ലാ ഗ്രാമപഞ്ചായത്ത് തലം വരെയും സാന്ത്വന ചികിത്സാ രംഗത്തിന് ഒരു മുതൽക്കൂട്ടെന്നുള്ള നിലയിൽ എയർ കണ്ടീഷൻഡ് ആംബുലൻസ് സൗകര്യങ്ങൾ നൽകാൻ കഴിഞ്ഞതും കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണവർഗ ഭാഷാ ലിംഗ സാമ്പത്തിക നിലവാരത്തിനപ്പുറം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ സാന്ത്വന ചികിത്സാ രംഗത്ത് മുന്നോട്ട് പോകാനായി കഴിഞ്ഞതും. ഈ ഏത് സ്കൂളിലാണ് MP എന്ന നിലയിൽ എൻ്റേതായ സഹായം ലഭിക്കാതിരുന്നിട്ടുള്ളത്? വികസനം എന്നത് ജനങ്ങളുടെ അവകാശമാണ്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പരിപ്രേക്ഷ്യം. എന്തായാലും LDF-ന് ഹൃദയം കവരാനാകും കേരളത്തിന്റെ എന്നുള്ളതാണ്. ഒപ്പം ആറ്റിങ്ങലിന്റെ മണ്ഡലത്തിന്റെ സമ്പത്താകാൻ ഡോക്ടർ സമ്പത്തിന് കഴിയട്ടെ എന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ തോട്ടം മേഖലയിലെ തൊഴിലാളികളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചപ്പോൾ വലതുമുന്നണി സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ കൊല്ലം മണ്ഡലത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് തേടി. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് പര്യടനം നടത്തിയത്. അവിടെ ആര്യങ്കാവ്, കഴുതുരുട്ടി, തെന്മല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തോട്ടം തൊഴിലാളികളെ, തമിഴ് വംശജരെ ഉൾപ്പെടെയുള്ളവരെ കണ്ടാണ് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചത്. അതുപോലെ പുനലൂരിലും അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. പുനലൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്ന് KN ബാലഗോപാൽ വോട്ടർമാരെ തേടിയിറങ്ങിയതും വോട്ടഭ്യർത്ഥിച്ചതും. നന്മയുടെ രാഷ്ട്രീയത്തിന് ഒരു വോട്ട് തനിക്ക് നൽകണമെന്ന ഒരു അപേക്ഷയാണ് അദ്ദേഹം വോട്ടർമാരുടെ മുന്നിൽ വെച്ചത്. അതേസമയം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇന്ന് കൊല്ലം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചിറങ്ങി. അതേസമയം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിന് അതീതമായിട്ടുള്ളവരെ മുഴുവനും വെട്ടിനിർത്തുന്ന ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് കോൺഗ്രസിന്റെ KPCC എക്സിക്യൂട്ടീവ് അംഗവും അതുപോലെ കേരള ദളിത് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായ P രാമഭദ്രൻ കുറ്റപ്പെടുത്തി രംഗത്തെത്തി. പിന്നോക്ക സമുദായങ്ങളെ മുഴുവനും അവഗണിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. കോൺഗ്രസിന് ഇത് നല്ല നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ഇനി നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു.
ഗ്രൂപ്പില്ലാത്തവരെ കേരളത്തിൽ വെട്ടിനിരത്തിയെന്ന് കോൺഗ്രസ് നേതാവും ദളിത് ഫെഡറേഷൻ പ്രസിഡന്റുമായ പി രാമഭദ്രൻ. VM സുധീരനെയും MM ഹസനെയും വെട്ടിനിരത്തിയപ്പോൾ KV തോമസിന് പകരം കിട്ടിയ സ്ഥാനങ്ങൾ നൽകിയില്ലെന്നും പിന്നോക്ക സമുദായങ്ങളെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചുവെന്നും പി രാമേന്ദ്രൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിനു വേണ്ടി പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിക്കുകയും ആ ദളിത് സംഘടനകളെ കോൺഗ്രസിനോട് അടുപ്പിക്കുകയും ചെയ്തിരുന്ന കേരള ദളിത് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ, അദ്ദേഹവും ഒരുപക്ഷെ കോൺഗ്രസിലെ ഒരു ബലിമൃഗമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് രംഗം, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയം അതുപോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഒരു കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിൽ ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാടെന്ന്? വളരെ പരിഹാസകരമായ ഒരു രാഷ്ട്രീയ നാടകമാണ് ഡൽഹിയിലും കേരളത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും യുവജനങ്ങൾക്ക്, യൂത്ത് കോൺഗ്രസ്, KSU തുടങ്ങിയിട്ടുള്ള യുവജനങ്ങൾക്ക്, മഹിളാ കോൺഗ്രസ്, സേവാദൾ, INTUC തുടങ്ങിയ പോഷക സംഘടനകൾക്കും പിന്നെ അവരുടെ ഒരു ദളിത് സംഘടനയുണ്ട്, അതിൻ്റെ ആളുകൾക്കും ഒന്നും പ്രാതിനിധ്യം കൊടുക്കാതെ കുറേ നേതാക്കന്മാരുടെ ഏജന്റന്മാർക്ക് മാത്രം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുമാണ് സീറ്റും വീതം വയ്ക്കുന്നത്. ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ എടുത്ത് പുറത്തെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് വരെ ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല. AICC ജനറൽ സെക്രട്ടറി സ്ഥാനം, രാജ്യസഭാ അംഗത്വം ഇതൊക്കെ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ ശ്രീ MM ഹസനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എടുത്ത് കളഞ്ഞിട്ടും MM ഹസനും അർഹമായ ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല. 2 സീറ്റുകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രബല സമുദായമായ ഈഴവ സമുദായത്തിന് കൊടുക്കാൻ പോകുന്നത്. ആ 2 സീറ്റും യാതൊരു വിജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ്. ഇങ്ങനെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും ബാക്കി എല്ലാ വിഭാഗങ്ങളെയും, ദളിത് പിന്നോക്ക വിഭാഗങ്ങളൊന്നല്ല, കോൺഗ്രസിനകത്തെ എല്ലാ വിഭാഗങ്ങളെയും തമ്മിലടിപ്പിച്ച് പല തട്ടിലാക്കി ഗ്രൂപ്പ് പ്രവർത്തനവും ഒരു തരം മാഫിയ സംഘങ്ങളുടെ ഇടപെടലുമൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നാടകം കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസിന്റെ ഒരു ഗതികെട്ട ഒരു സാഹചര്യം, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും അത് കോൺഗ്രസിന് നേതാക്കന്മാരുടെ സ്ഥിതി ഇതാണെങ്കിൽ KDFന്റെ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ KPCC അംഗമൊക്കെ ആയിരുന്ന ഈ രാമഭദ്രൻ, അതിന്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന രാമഭദ്രൻ, അദ്ദേഹത്തിന്റെ ഒരവസ്ഥ എന്തായിരിക്കും? സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങിയതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജ് ബഹുദൂരം മുന്നിലാണ്. മികച്ച പിന്തുണയാണ് വീണ ജോർജിന് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നത്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മൂന്നാമതും ആന്റണി തന്നെ മത്സരിക്കുമ്പോൾ കടുത്ത മത്സരം മണ്ഡലത്തിൽ നടക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങിയതോടെ പത്തനംതിട്ട മണ്ഡലത്തിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജ് ബഹുദൂരം മുന്നിലാണ്. ആദ്യഘട്ട കൺവെൻഷനുകളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അസംബ്ലി മണ്ഡല കൺവെൻഷനുകളാണ് നടക്കുന്നത്. എല്ലായിടത്തും വൻ പിന്തുണയാണ് വീണ ജോർജിന് ലഭിക്കുന്നത്. ഫ്ലെക്സുകൾക്ക് നിയന്ത്രണം വന്നതോടെ പരമാവധി ചുവരുകൾ ബുക്ക് ചെയ്ത് ചുവരെടുത്ത് പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ആന്റണി തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇതോടുകൂടി മത്സരം കടുക്കും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആന്റണിയുടെ 3ാം അംഗമാണിത്. 2009 പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം രൂപീകൃതമായത്. ഇതിനുശേഷമുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ആന്റണി തന്നെയാണ് മത്സരിച്ചത്. BJP സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ പൂർത്തിയായി ഈ സ്ഥാനാർത്ഥികളെ കൂടി നിർണയിക്കുമ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിലെ മത്സരത്തിന് കടുപ്പമേറും. KV തോമസ് കോൺഗ്രസിനുള്ളിൽ ഉയർത്തിയ കലാപവും അത് UDFന്റെ പ്രചരണ രംഗത്ത് സൃഷ്ടിച്ച മ്ലാനതയുമാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വിശേഷം. ഈ മ്ലാനതയ്ക്കിടയിലും UDFന്റെ എറണാകുളത്തെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അവസാന നിമിഷം നറുക്ക് വീണ ഹൈബി ഈഡൻ എറണാകുളത്ത് പ്രചരണം തുടങ്ങിയെങ്കിലും കോൺഗ്രസ് ക്യാമ്പ് പൊതുവെ ശോകമുഖമാണ്. ഹൈബി ഈഡൻ ഇന്ന് രാവിലെയാണ് പ്രചരണം തുടങ്ങിയത്. പക്ഷേ പൊതുവെ ഒരു ആവേശം കുറവായാണ് കാണപ്പെട്ടത്. അതിന്റെ കാരണം KV തോമസിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതാണ് എന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ശക്തമായ ഭാഷയിലാണ് KV തോമസ് പ്രതികരിച്ചത്. തന്നോട് പാർട്ടി ചെയ്തത് വലിയ മര്യാദകേടാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ഈ പ്രചാരണ രംഗത്ത് ഹൈബി ഈഡനെ പിന്തുണയ്ക്കണോ എന്നത് സംബന്ധിച്ച വ്യക്തമായ മറുപടിയും അദ്ദേഹം പറയുകയുണ്ടായില്ല. ഏറെ വൈകി അദ്ദേഹം ഹൈബി ഈഡന് അനുകൂലമായ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും മുഴുവൻ പ്രവർത്തകരുടെയും
ഒരു പിന്തുണ ഹൈബി ഈഡന് ലഭിക്കുമോ എന്നുള്ളതിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസിനെ പ്രചാരണത്തിൽ നിന്ന് പിന്നോട്ടടുപ്പിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. മാത്രമല്ല, ഇതിനു മുൻപ് തന്നെ വളരെ നേരത്തെ തന്നെ KV തോമസ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കുകയും ചുവരെഴുത്ത് ഉൾപ്പെടെ തുടങ്ങുകയും ചെയ്തതാണ്. എന്നാൽ വളരെ പെട്ടെന്ന് ഹൈബി ഈഡൻ സ്ഥാനാർത്ഥിയായതോടെ ചുവരെഴുത്തടക്കം ഇനി വീണ്ടും തുടങ്ങേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകിയാണ് കോൺഗ്രസ് പ്രചാരണ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അത് ഈ ഇലക്ഷനെ വലിയ തോതിൽ, തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കും എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉയർന്നു വരുന്നത്. അതേസമയം തന്നെ LDF സ്ഥാനാർത്ഥിയായ P രാജീവ് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന്റെ 2ാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെയെല്ലാം മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം സജീവമായി പര്യടനം തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിലും പ്രചാരണ പരിപാടികൾ ഉണ്ടാകും. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നേരിട്ട് കാണുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യഘട്ട പ്രചാരണം ഉണ്ടായത്. ഇനി പൊതുപര്യടനം അടക്കമുള്ള ഘട്ടങ്ങളിലേക്കാണ് LDF കടക്കുക. ഏതായാലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ മത്സരരംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനാൽ BJP ഒട്ടും തന്നെ പ്രചാരണ രംഗത്ത് ഇല്ലാത്തതും ശ്രദ്ധേയമാണ്. ഇടഞ്ഞു നിൽക്കുന്ന PJ ജോസഫിനെ അനുനയിപ്പിക്കാൻ മാണി വിഭാഗം ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ തൊടുപുഴ പുറപ്പുഴയിലെ PJ ജോസഫിന്റെ വസതിയിലെത്തി PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. ഇടുക്കിയിൽ നിന്നും സമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിൽ ഏകാധിപത്യമാണ്. ഈ ഏകാധിപത്യത്തിനും അതോടൊപ്പം തന്നെ അട്ടിമറികൾക്കും എതിരാണ് ഇനിയുള്ള തന്റെ പോരാട്ടം എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ PJ ജോസഫ് വ്യക്തമാക്കിയത്. അതിനർത്ഥം കേരള കോൺഗ്രസ് എമ്മിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര തർക്കം നിലനിൽക്കുന്നു എന്നതാണ്. അത് കൃത്യമായിട്ട് അറിയാവുന്ന KM മാണിയും ജോസ് കെ മാണിയും അതിലുപരി കോട്ടയത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനും PJ ജോസഫിനെ അനുനയിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് തോമസ് ചാഴികാടൻ ഇന്ന് 11 മണിയോടുകൂടി PJ ജോസഫിന്റെ പുറപ്പുഴയിലെ വീട്ടിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തിയത്. ചർച്ചയ്ക്ക് ശേഷം തോമസ് ചാഴികാടൻ പ്രതികരിച്ചത് മഞ്ഞുരുക്കം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. മഞ്ഞുരുകി എന്ന് മാത്രമല്ല, പൂർണ്ണമായ യോജിപ്പോടുകൂടി ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 20-ാം തീയതി കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയുടെ കൺവെൻഷന് എത്താമെന്ന് സാറ് സമ്മതിച്ചിട്ടുണ്ട്. അന്നു മുതൽ തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ സഹകരണമുണ്ടാകും, സഹായമുണ്ടാകും. ഞങ്ങൾ വിജയിച്ചു വരും. തോമസ് ചാഴികാടന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് PJ ജോസഫും വ്യക്തമാക്കി. ഇത് രാഷ്ട്രീയ ഇത് കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാം പോട്ടെ, ഇനിയിപ്പോ UDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി മണ്ഡലങ്ങളിൽ. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ തോമസ് ചാഴികാടൻ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലും വിജയിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച് അപമാനിച്ചവർക്ക് വേണ്ടി PJ ജോസഫ് കളത്തിലിറങ്ങുമ്പോൾ തീർത്തും വിജയം കൈവരിക്കുന്നത് PJ ജോസഫിനെ അവഹേളിച്ചവർ തന്നെയാണ്. KM മാണിയുടെയും ജോസ് കെ മാണിയുടെയും തട്ടകത്തിൽ 20-ന് നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാനാണ് ജോസഫിന്റെ തീരുമാനം. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. ഏറെ നേരത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത ഇടതുമുന്നണി പ്രചരണ രംഗത്ത് ഏറെ മുന്നോട്ടു പോയപ്പോൾ അതിനൊപ്പം ഓടിയെത്താനുള്ള തിരക്കിലാണ് NDAയും UDFും. കോട്ടയത്തു നിന്നും TP പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. മുന്നണികൾ ചുവരെഴുത്തുകൾ പൂർത്തിയാക്കി. ഒപ്പം വിവിധ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും പലയിടങ്ങളിൽ പതിപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്കാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രചരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് ഇടതുമുന്നണി കടന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ലോക്സഭാ മണ്ഡലം കൺവെൻഷനും അതുപോലെ തന്നെ നിയോജക മണ്ഡലം കൺവെൻഷനുകളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടാണ് 2ാം ഘട്ടത്തിലേക്ക് ഇടതുമുന്നണി കടന്നിരിക്കുന്നത്. ഇന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ കോട്ടയം നഗരസഭയിലും അതുപോലെ തന്നെ പനിച്ചിക്കാട് പഞ്ചായത്ത്, കഞ്ഞിക്കുഴി തുടങ്ങിയ ഭാഗങ്ങളിൽ, കോട്ടയം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും ചുങ്കം അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഭവന സന്ദർശനം നടത്തി കഴിഞ്ഞു. വിവിധ കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി ആളുകളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. എന്തായാലും ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ എന്തെല്ലാമാണെന്ന് അദ്ദേഹം കൃത്യമായി വോട്ടർമാരോട് ഇതേക്കുറിച്ച് സംവദിക്കുകയുണ്ടായി. പ്രധാനമായും ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നതിന് മുമ്പേ തന്നെ ജനങ്ങളെ വിട്ടൊഴിഞ്ഞ് പോയിട്ടുള്ള ഒരു കാര്യങ്ങളും ഒപ്പം വികസനോന്മുഖ രാഷ്ട്രീയമെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ വോട്ട് തേടുന്നത്. മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് അനുഭവപ്പെടുകയാണ്. മണ്ഡലത്തിൽ ഉരുളുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോൾ
മണ്ഡലത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഓടിയെത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. ആബാലവൃദ്ധം ജനങ്ങൾ പൊതുവെ വന്ന് സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്ഥിതി. അതേസമയം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഇന്ന് ഒരു കൂടിയാലോചന യോഗമാണ് കോട്ടയം DCCയിൽ നടന്നത്. DCCയിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. എന്തായാലും ഈ മണ്ഡലത്തിൽ സ്വീകരിക്കേണ്ട പ്രചരണ പരിപാടികളെ കുറിച്ചെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായും കേരള കോൺഗ്രസ് നേതാക്കളും എല്ലാം ഇന്ന് DCCയിൽ യോഗം ചേർന്നത്. ഈ മാസം 20 തന്നെ പാർലമെന്റ് കൺവെൻഷനോടുകൂടി തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ കടുത്തുരുത്തി മണ്ഡലത്തിലും അതുപോലെ കോട്ടയം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് വോട്ട് തേടിയിരുന്നു. വിവിധ ഇടങ്ങളിൽ ഭവന സന്ദർശനങ്ങളും അതുപോലെ തന്നെ വിവിധ പരിപാടികളിലും എല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചത്. ചെറിയ കൺഫ്യൂഷൻ അത് പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായി നമുക്ക് പരിശ്രമിക്കാം. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള PC തോമസും പ്രചരണ രംഗത്ത് സജീവമാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ മണ്ഡലത്തിൽ എല്ലായിടത്തും നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ചുവരെഴുത്തുകൾക്ക് വേണ്ടിയെല്ലാം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വരാത്തതിനാൽ തന്നെ അത്തരത്തിൽ ചുവരെഴുത്തുകളൊന്നും തന്നെ എഴുതിയിട്ടില്ല. എന്തായാലും പോസ്റ്ററുകളും മറ്റും മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പിറവം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ അദ്ദേഹത്തിന്റെ സന്ദർശനം. അതുകൂടാതെ തന്നെ പാലയിലും കൂരോപ്പടയിലും എല്ലാം തന്നെ എത്തി അദ്ദേഹം വോട്ടർമാരെ നേരിൽ കാണുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ പ്രചരണ രംഗത്ത് 2ാം ഘട്ടത്തിലേക്ക് കടന്നു. ഇതിന്റെ വൈകി മാത്രം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച UDFും പ്രചരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ തന്റെ മണ്ഡലത്തിലെ 2 വട്ട പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. 7 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തന്റെ മണ്ഡലത്തിലാണ്, മാവേലിക്കര മണ്ഡലത്തിലാണ് 2 വട്ടം പര്യടനം പൂർത്തീകരിച്ച് കഴിഞ്ഞത്. കുട്ടനാട്, ചങ്ങനാശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ 2 തവണയിലധികം അദ്ദേഹം പര്യടനം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് 3ാം വട്ട പര്യടനമാണ് ചിറ്റയം ഗോപകുമാർ ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. മുൻ MLA കൂടിയായിട്ടുള്ള അന്തരിച്ച KKRന്റെ വസതിയിൽ നിന്നായിരുന്നു ഇന്നത്തെ പര്യടനത്തിന് തുടക്കം. തന്റെ 3ാം വട്ട പര്യടനം KKRന്റെ വസതിയിൽ നിന്നാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഈ 3ാം വട്ട പര്യടനം കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഏതാണ്ട് മണ്ഡലത്തിലെ ജനങ്ങൾ ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും തന്നോടൊപ്പം എത്തിച്ചേരുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. എന്തായാലും കഴിഞ്ഞ 2-3 തവണയായിട്ട് മാവേലിക്കര മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന UDFന്റെ സ്ഥാനാർത്ഥി ജനങ്ങളോടൊപ്പം ഇല്ല എന്നൊരു തിരിച്ചറിവ് ഈ പര്യടനത്തിനിടയിൽ തനിക്കുണ്ടായി എന്നാണ് ചിറ്റയം ഗോപകുമാർ നമ്മോട് പങ്കുവച്ചത്. എന്തായാലും ഇത്തവണ ജനങ്ങൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അതിന് പ്രധാനമായിട്ടും കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഇടത് സർക്കാർ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു പ്രധാന ഘടകമാണെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. എന്തായാലും വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചിറ്റയം ഗോപകുമാർ തന്റെ 3ാം വട്ട പര്യടനം മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ AM ആരിഫും തന്റെ 2ാം വട്ട പര്യടനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ടാവാം ചില വിവാഹ വീടുകളിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും പങ്കെടുത്തത്. തന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അരൂർ മേഖലയിൽ ചില വിവാഹ വീടുകളിൽ അദ്ദേഹം ഇന്ന് രാവിലെയോട് പങ്കെടുത്തു. പ്രധാനമായിട്ടും നിലവിലെ MLA കൂടിയായിട്ടുള്ള ആരിഫ് അരൂർ മണ്ഡലത്തിലാണ് ഇന്ന് ആദ്യം എത്തിയത്. അതിനുശേഷം ചേർത്തല, അതോടൊപ്പം തന്നെ ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് മണ്ഡലങ്ങളിലും വിവാഹ വീടുകളിലും അതോടൊപ്പം തന്നെ ചില പ്രമുഖ വ്യക്തികളെയും ഒക്കെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സമയം ചിലവഴിച്ചത്. നാളെ മുതൽ വളരെ സജീവമായിട്ട് വീണ്ടും പര്യടനം തുടങ്ങും. ഇന്നെന്തായാലും 3ാം വട്ട പര്യടനത്തിനുള്ള തുടക്കമായിട്ടാണ് ആലപ്പുഴ മണ്ഡലത്തിലും ആരിഫിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഒക്കെ തന്നെ ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി നിർണയം കൂടെ ചർച്ചയായതോടുകൂടി വടക്കൻ കേരളത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്തിന് ചൂടേറിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാസർഗോഡ് മണ്ഡലത്തിലെ വരവാണ് UDFിലെയും അതുപോലെ തന്നെ DCCയിലെയും അംഗങ്ങളെ പ്രകോപിതരാക്കിയത്. DCC നേതൃത്വം അവസാനം KPCC നേതൃത്വത്തോട് പരാതിപ്പെടേണ്ടി വന്നു. KPCC നേതൃത്വം കൂടി ഇടപെട്ടതോടുകൂടിയാണ് കാസർഗോഡ് DCC പ്രവർത്തകരുടെ വെടിനിർത്തലിന് ധാരണയായത്. നാളെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മണ്ഡലത്തിൽ പര്യടനത്തിനിറങ്ങും. ഞങ്ങളുടെ റിപ്പോർട്ടർ സണ്ണി ജോസഫിന്റെ റിപ്പോർട്ടിലേക്ക്. ഹക്കീമിന്റെ ഇടപെടലിനെ തുടർന്നാണ് സുബ്ബയ്യറയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് എന്ന ആരോപണമുയർന്നു. ഇതേ തുടർന്ന് പെട്ടെന്ന് തന്നെ ഒരു വിഭാഗം ഭാരവാഹികളും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഹക്കീമിനെതിരെ തിരിയുകയും അവർ കലാപക്കൊടി ഉയർത്തുകയും ചെയ്തു. 18ഓളം DCC അംഗങ്ങളും ഭാരവാഹികളും രാജിക്കൊരുങ്ങി. ഇതേ തുടർന്ന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും
പെട്ടെന്ന് തന്നെ ഇടപെടുകയും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കോൺഗ്രസിലെ കലാപം കാസർകോട്ട് അവസാനിച്ചത്. DCC പ്രസിഡന്റ് അക്കിം കുന്നിലിന്റെ ഇടപെടലിനെ തുടർന്നാണ് സുബ്ബയ്യ റൈക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോയതെന്നാണ് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായരുടെ ആരോപണം. സുബ്ബയ്യ റൈ ജില്ലയിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ ചിലർ കളിച്ചു എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരോ ചിലരുടെ വ്യക്തമായ ചില കരുനീക്കങ്ങൾ ജില്ലക്കകത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടി നടത്തിയെന്ന് ഒരു എല്ലാവർക്കും ഒരു പൊതു സംസാരമുണ്ട്. കാസർകോട്ട് കോൺഗ്രസിലെ കലാപം ശമിച്ചതിനെ തുടർന്ന് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ നാളെ കാസർകോട്ടെത്തും. അദ്ദേഹം നാളെ മുതൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കും. രാജ്മോഹൻ ഉണ്ണിത്താന് എല്ലാ പിന്തുണയും നൽകുമെന്ന് നേരത്തെ പ്രതിഷേധമുയർത്തിയ കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ശക്തമായ പോരാട്ടത്തിന് വേദിയാകുകയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. BJP സ്ഥാനാർത്ഥിയെ ഇനിയും പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി ആരു തന്നെയായാലും LDFന് അതൊരു പ്രശ്നമല്ലെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDF അത്ര കണ്ട് മണ്ഡലത്തിൽ മേൽക്കൈ നേടിക്കഴിഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥി ആരായാലും അത് LDFനെ ബാധിക്കുന്നതല്ല. LDF ഇതര വോട്ടുകൾ ഉൾപ്പെടെ LDFന് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. KP സതീഷ് ചന്ദ്രന് കല്യാശ്ശേരി മണ്ഡലത്തിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ന് ലഭിച്ചത്. അദ്ദേഹം നാളെ ഉദുമ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. പക്ഷ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ മലയോര മേഖലകളിലാണ് ഇന്ന് പ്രചരണം നടത്തിയത്. മലയോര മേഖലകളിൽ ആവേശകരമായ സ്വീകരണമാണ് ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കർഷക പ്രശ്നങ്ങൾ കൂടുതലായി ഇടപെട്ടു എന്നുള്ളതാണ് ഇതിന് കാരണം. ഞങ്ങളുടെ റിപ്പോർട്ടർ സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മലയോര മേഖലകളിൽ കൂടിയായിരുന്നു PK ശ്രീമതി ടീച്ചറുടെ ഇന്നത്തെ പര്യടനം. ആലക്കോട്, തിമിരി, ചെമ്പേരി, വഞ്ചിയം, തേർത്തല്ലി തുടങ്ങി മലയോര മേഖലകളിലെല്ലാം തന്നെയും വലിയ സ്വീകരണമാണ് PK ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചത്. കഴിഞ്ഞ 5 വർഷം MP എന്നുള്ള രീതിയിൽ കർഷകരുടെ വിഷയങ്ങൾ പാർലമെന്റിൽ ഉയർത്തിയും അതോടൊപ്പം തന്നെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും PK ശ്രീമതി ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനുള്ള ഒരു സ്വീകാര്യതയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീമതി ടീച്ചർക്ക് വീണ്ടും ലഭിക്കുന്നത്. എല്ലാ സ്വീകരണ കേന്ദ്രത്തിലും വലിയ സ്വീകരണം തന്നെ ലഭിച്ചു. ഞായറാഴ്ച രാവിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ കണ്ട് ശ്രീമതി ടീച്ചർ വോട്ട് അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെത്തി വികാരിമാർ ഉൾപ്പെടെയുള്ളവരുമായും കൂടിക്കാഴ്ച നടത്തി. വലിയ ഒരു സ്വീകരണം തന്നെയാണ് ഈ മേഖലകളിലെല്ലാം തന്നെയും LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച, അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നതിന് PK ശ്രീമതി ടീച്ചർക്ക് സാധിച്ചിരുന്നു. ഈ ഒരു ഇടപെടലിനുള്ള അംഗീകാരം എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയ വ്യത്യാസമന്യേ ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശ്രീമതി ടീച്ചർക്ക് ഒപ്പമാണ് എന്നുള്ള കാര്യം മലയോര കർഷകർ പ്രഖ്യാപിക്കുന്നത്. വളരെയധികം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ആവേശവും സന്തോഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും സ്ഥാനാർത്ഥിയോടും നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾ, കർഷകർ, സുഹൃത്തുക്കൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ടത്. ശ്രീമതി ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മലയോര മേഖലകളിൽ സംഘടിപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നത്. ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ വെച്ചെല്ലാം തന്നെയും ശ്രീമതി ടീച്ചറുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായത്. ഏതായാലും ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെയും ശ്രീമതി ടീച്ചർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു വലിയ സ്വീകരണം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ഈ കാർഷിക പ്രശ്നങ്ങൾ, മലയോര കർഷകരുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടതും പരിഹാരം കാണാനായതും ഈ മേഖലകളിൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെട്ട മലയോര മേഖലകളിൽ PK ശ്രീമതി ടീച്ചറുടെ സ്വീകാര്യതയ്ക്ക് അല്ലെങ്കിൽ അംഗീകാരത്തിന് വലിയ ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയിൽ വലിയൊരു പ്രതിച്ഛായ തന്നെയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് PK ശ്രീമതി ടീച്ചർക്ക് നേടിയെടുക്കാനായത് എന്നുള്ളതാണ് ഈ മേഖലയിലെ ഈ പര്യടനം നടത്തുമ്പോൾ ലഭിച്ച സ്വീകരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. മലപ്പുറത്ത് LDFന്റെ ആദ്യഘട്ട മണ്ഡല പര്യടനം പൂർത്തിയായി. പഞ്ചായത്ത് തല കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും നടന്നു കഴിഞ്ഞു. അതേസമയം SDPI നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നതിന്റെ പേരിൽ വെട്ടിലായ PK കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു. ഞങ്ങളുടെ പ്രതിനിധി സ്വാലിഹിന്റെ റിപ്പോർട്ടിലേക്ക്.
SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വെട്ടിലായ PK കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം പുനരാരംഭിച്ചു. ഇന്ന് വൈകിട്ട് നടന്ന കൺവെൻഷനിൽ UDFന്റെ സമുന്നതരായ നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തു. പാർലമെന്റ് മണ്ഡലം കൺവെൻഷനാണ് ഇന്ന് നടന്നത്. നാളെ മണ്ഡല പര്യടനം ആരംഭിക്കും. കടുത്ത വെയിലായതിനാൽ 4 മണിക്ക് ശേഷമാണ് റോഡ് ഷോകളും മറ്റുമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം LDF ക്യാമ്പ് വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ്. വലിയ മേൽക്കോയ്മ ഇടതുപക്ഷത്തിന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അത് കേരളത്തിൽ മൊത്തത്തിലും ഈ മലപ്പുറം ജില്ലയിൽ പൊതുവെയും അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം, അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമുണ്ട്. മണ്ഡല പര്യടനം, ആദ്യവട്ട മണ്ഡല പര്യടനം പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ മുനിസിപ്പൽ മണ്ഡലങ്ങളിലും ഓരോ വട്ടം എത്തിക്കഴിഞ്ഞു. കുടുംബയോഗങ്ങൾ അടുത്ത ഘട്ടത്തിൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ മുനിസിപ്പൽ കൺവെൻഷനുകളും പൂർത്തിയാക്കി. പഞ്ചായത്ത് തല കൺവെൻഷനുകളാണ് ഇപ്പോൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം. ഇതേ സമയം നന്ദി, നമസ്കാരം.